ഈ PCOD ഉള്ള ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഉണ്ടല്ലോ, അവരവരുടെ ലൈഫിൽ ചെയ്യുന്നത്, അതെന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് മീൽ സ്കിപ്പ് ചെയ്യുക. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല ആളുകൾ അഡ്വൈസ് ചെയ്യും, പക്ഷേ വെയിറ്റ് ലോസ് അതിൽ ഒരു സിംറ്റം മാത്രമാണ് വെയിറ്റ് കൂടി പോകുന്നത്. അതിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക. 2, ഓവർ ഡൂയിങ് എക്സസൈസ്. ജനറലി ഒരാൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ ഹൈ ഇന്റൻസിറ്റി എക്സസൈസ്, ഒരുപാട് ജമ്പിങ് വർക്കൗട്ടും ബർപ്പീസും യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുള്ള ഒരുപാട് വർക്കൗട്ട് ഉണ്ടാവും. അത് PCOD ഉള്ള ആളുകൾക്ക് അത്രത്തോളം നല്ലതല്ല. മൂന്നാമതൊരു മിസ്റ്റേക്ക് പറയാനാണെങ്കിൽ, PCOD ഉള്ള ആളുകൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിലേഷൻഷിപ്പിൽ അവരുടെ ചുറ്റുപാട് അവർക്ക് നെഗറ്റീവ് എനർജി തരുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെടുത്തുനിന്ന് കഴിയുന്നത് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരു നാലാമതൊരു മിസ്റ്റേക്ക് പറയാനാണെങ്കിൽ, നമ്മളിവർ കഫൈൻ്റെ അളവൊക്കെ കൂടുതൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൂടുതൽ ടീ, കോഫി ഇതൊക്കെ ഏർലി മോർണിംഗിൽ കുടിക്കാതിരിക്കുക. പൊതുവേ ടീ, കോഫിയൊക്കെ ഒരു ഈവനിങ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ മോർണിംഗ് ഒരു 10 to evening 4 വരെയൊക്കെ ടീ, കോഫിയൊക്കെ ഇൻടേക്ക് ചെയ്യുക. പിന്നെ ഒരു മിസ്റ്റേക്ക് പറയാനാണെങ്കിൽ, PCOD ഉള്ള ആളുകൾ PCOD എന്നുള്ള റൂട്ട് കോസിനെ സോൾവ് ചെയ്യാതെ ഇതിന്റെ സിംറ്റംസിനെ ഫോക്കസ് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ പോകും. ഫോർ എക്സാമ്പിൾ ഹെയർ ലോസ് ഒരു സിംറ്റമാണ്. അത് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഓയിൽ വാങ്ങി തേക്കുന്നത് ഒരു മിസ്റ്റേക്കാണ്. ആക്നെ മാറാൻ എന്തെങ്കിലുമൊക്കെ ക്രീം ഉപയോഗിക്കുന്നത് അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിന്റെ റൂട്ട് കോസിലേക്കായിരിക്കണം. എന്തുകൊണ്ട് PCOD വന്നു, അല്ലെങ്കിൽ PCOD മാറാൻ നമ്മൾ